പ്രിയപ്പെട്ടവരെ, എന്നെ സ്വാധീനിച്ച എഴുത്തുകാരി എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ പേര് പറയുക പ്രയാസമാണ്. എന്നിരുന്നാലും നമ്മൾ ഈ നിമിഷം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും പുതിയകാല സാഹിത്യത്തെക്കുറിച്ചും വായനയെക്കുറിച്ചും എഴുത്തുകളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അത് ഡോക്ടർ എം ലീലാവതി ടീച്ചറാണ്. ഏതെങ്കിലും ഒരു രേഖയിൽ അതല്ലെങ്കിൽ ഒരു ശാഖയിൽ ഒതുക്കാൻ കഴിയുന്നതല്ല ടീച്ചറിൻ്റെ സർഗജീവിതം. അത് അധ്യാപനം, പഠനം, നിരൂപണം, ജീവചരിത്രം, വിവർത്തനം എന്നിങ്ങനെ പല മേഖലയിൽ, പല ശാഖകളിൽ ഒരു മഹാസമുദ്രം പോലെ അത് തിരയടിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ നവതിക്ക് ശേഷവും തൻ്റെ സർഗജീവിതത്തെ ആഴത്തിൽ കൊണ്ടുപോകാൻ ടീച്ചർക്ക് കഴിയുന്നു എന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മുമ്പ് നമ്മൾ വള്ളത്തോളിനെ കുറിച്ചൊക്കെ പറയും, അതായത് പ്രായം കൂടുന്തോറും വർദ്ധിക്കുന്ന പ്രതിഭ എന്ന്. കാരണം 70 വയസ്സിന് ശേഷവും വള്ളത്തോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള സാഹിത്യ ജീവിതം നയിച്ച ആളാണ്. ഇപ്പോൾ ടീച്ചറിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോഴും 97 വയസ്സ് എന്ന ഒരു പ്രായം, ആ പ്രായത്തെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ പ്രായത്തെ മറികടന്നുകൊണ്ട് തൻ്റെ സർഗജീവിതം തുടരുന്നു എന്നതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. ഒരുപക്ഷെ പ്രായം കൂടുന്തോറും എഴുത്തിൻ്റെയും വായനയുടെയും തലം വർദ്ധിക്കുന്നു എന്നത് ഈ കാലത്ത് ഞങ്ങളെപ്പോലെയുള്ള വായനക്കാർക്കും എഴുത്തുകാർക്കും ഒക്കെ ഒരു ആവേശവും അഭിമാനവും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. ഈ വനിതാ ദിനത്തിൽ ടീച്ചറെ ഓർമ്മിച്ചുകൊണ്ട്, ടീച്ചറിൻ്റെ സർഗ സാഹിത്യ ജീവിതത്തെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നേരുന്നു.